കരളലിയിക്കുന്ന ചരിത്രമാണ് ആരുടെ ചരിത്രം? സയ്യിദുനാ ഹുസൈൻ. യസീദിന്റെ പട്ടാളക്കാർ, പേരിനവൻ മുസ്ലിമാണ്. ഇബ്നു സിയാദ് എന്ന പട്ടാള മേധാവിയുടെ അവന്റെ പട്ടാളക്കാര് നേരിട്ട് വന്ന് അഹ്ലുബൈത്തിലെ ചെറിയ മക്കൾ, ചെറിയ വളരെ വളരെ ചെറിയ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ്. ഇബ്നു സിയാദും പട്ടാളക്കാരും നോക്കി നിൽക്കേ, നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഫുറാത്ത് ഒഴുകുന്നുണ്ട്, യൂഫ്രട്ടീസ് നദി. ആ നദിയിലേക്ക് ചൂണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോ വെള്ളമില്ലാതെ, നിങ്ങൾ ആലോചിച്ച്, ഒരു കുഞ്ഞൻ, ഒരു കുട്ടി വെള്ളമില്ലാതെ കരയുമ്പോ എന്താ അതിന്റെ വേദന? മുലപ്പാലില്ലാതെ നമ്മളെ കുട്ടി കരയുമ്പോ നമ്മൾ പാല് വേറെ വാങ്ങിക്കൊടുക്കും, ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കും. ഇവര് ചോദിക്കുന്ന പാലൊക്കെ വറ്റിപ്പോയി, വെള്ളമില്ലാതെ ഉമ്മമാർ എത്രയോ ദിവസമായി കർബലയിലുണ്ട്. ഒരു പച്ച വെള്ളം നനച്ചു കൊടുത്താൽ ആ ചെറിയ കുഞ്ഞ് പെടഞ്ഞ് കരയാണ് വെള്ളത്തിന്. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്ക, വെള്ളം അവിടെ ഉണ്ടോന്ന് അനുവദിച്ചാൽ മതി. അനുവദിച്ചില്ലല്ലോ അവർ. മഹാനായ ഫദ്ൽ അബ്ബാസ് തങ്ങളല്ലേ ഒന്നും നോക്കാതെ പാത്രവുമായി ചെന്ന് വെള്ളമെടുക്കാൻ യൂഫ്രട്ടീസിലേക്ക് പോകുമ്പോ അവരെ അമ്പെയ്ത് കൊലപ്പെടുത്തി. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുബൈത്തിലെ പിഞ്ചോമനങ്ങൾ പിടഞ്ഞു പിടഞ്ഞു മരിച്ചപ്പോ അഹ്ലുബൈത്തിലെ ഉമ്മമാർ, സഹോദരിമാർ, യുദ്ധത്തിന്റെ നിയമം തന്നെ അവരെ കൊല്ലരുത് എന്നല്ലേ? സ്ത്രീകളാണെങ്കിൽ ആ നിയമത്തെ തന്നെ മാറ്റിമറിച്ച് ഓരോ ഉമ്മമാരെയും പിടിച്ച് അറുകൊല ചെയ്ത് അവസാനം സയ്യിദുനാ ഹുസൈൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ പരിശുദ്ധമായ ശരീരം, ആര് കൈവച്ച ശരീരം? മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ചുംബനമർപ്പിച്ച ആ ശരീരം, ആ പുണ്യമേനി, ആ മേനിയിൽ യസീദിന്റെ പട്ടാളക്കാരൻ ഇബ്നു സിയാദിന്റെ നിർദ്ദേശത്തിൽ കഴുത്തറുത്തു കൊന്നപ്പോ ലോകം സമാനതകളില്ലാതെ വേദനിച്ചിട്ടുണ്ട്. കൂട്ടക്കൊലയായിരുന്നു അത്. അഹ്ലുബൈത്തിൽ അലി സൈനുൽ ആബിദീൻ എന്ന ഒരു മോൻ ഇവര് കണ്ടില്ല. അതുകൊണ്ട് പരമ്പര നിലനിർത്താൻ അവര് മാത്രം ബാക്കിയായി. എന്നിട്ട് എന്തായി ഫൈസി എഴുതി വെച്ചത്? എന്താ എഴുതി വെച്ചത്? അയാൾ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബിയുടെ അധ്യാപനം. എങ്ങനെയുണ്ട്? എന്നിട്ട് ഞങ്ങൾ ഇത് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ പേരോടനൊക്കെ നട്ടലുണ്ടോ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ ഇങ്ങനെ എഴുതിയ ലേഖനം തെറ്റാണ് എന്ന് പറയാൻ ഇയാൾക്ക് എന്താ കഴിയാത്ത? യസീദികളായിവർ എന്തൊക്കെയാ? എന്നിട്ട് നമ്മളിത് വായിച്ചപ്പോ മദീനയിൽ പോയി മറുപടി അയച്ചിന്. എന്നൊക്കെ മറുപടിയുടെ വിതരണങ്ങളായിരുന്നു ഫുള്ള്. മറുപടികൾ എന്തൊക്കെയാ? മറുപടി പറഞ്ഞപ്പോ ആകെ വഷളായി. മറുപടിയുടെ ഓരോ ഭാഗങ്ങൾ ഞാൻ അങ്ങനെ കാണിക്കാം, കൊണ്ടുവരും. കണ്ടോ? വിവാദങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യമെന്ത്? ഉസ്താദിന്റെ പുസ്തക എന്താണ്? അഹ്ലുസുന്നയുടെ നിലപാട് ഒരു സമഗ്ര വിശകലനം. എന്താ സമഗ്രമായിട്ട് വിശകലനം ചെയ്തത്? അടുത്തെടുക്കുക, അതിന്റെ ബാക്കി രണ്ടാമത്തെ പേജ്. അതാ, എന്തുകൊണ്ട് ഉസ്താദ് വേട്ടയാടപ്പെടുന്നു? ഏതായി ഉസ്താദ്? ഏതാ ഇവൻ? സിയാ ഫൈസി. ഓനെ എന്തുകൊണ്ട് വേട്ടയാടപ്പെടുന്നു എന്നാണ്. അപ്പൊ അതാ, കേരളത്തിലെ ഷിയാക്കൾക്കെതിരെ സംസാരിക്കുന്ന ഏക പണ്ഡിതനാണ് എന്നതുകൊണ്ടാണ് അത്ര അയാളെ വേട്ടയാടപ്പെടുന്നത്. എന്നിട്ട് എന്താ വേട്ടയാടപ്പെടുന്നത്? എന്തൊക്കെയാ സംഭവിച്ചത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. അടുത്തെടുക്ക്, ശരിക്കും വായിച്ചോളൂട്ടോ. നമ്മള് അതവിടെ നിൽക്കട്ടെ. ശരിക്കും മനസ്സിലാക്കണം, ഈ ബുക്കിനെതിരെ നമ്മൾ പടപൊരുതിയപ്പോ എന്താണ്ടായത് അതിൽ കാണാം. സമസ്തയുടെ തീരുമാനവും ഉസ്താദിന്റെ മാതൃകയും. വെള്ളിയാഴ്ച രാത്രി സമസ്ത ഫിഖ് കൗൺസിൽ യോഗം ചേരുന്നു, പുസ്തകത്തിലെ അവ്യക്തത ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. നിങ്ങള് പുസ്തകം ഞങ്ങൾ വായിക്കുന്നു, നിങ്ങളത് ചർച്ച ചെയ്യുന്നു. ശനിയാഴ്ച രാവിലെ കൗൺസിൽ തീരുമാനം ഉസ്താദിനെ അറിയിക്കുന്നു. ഉസ്താദിന്റെ മറുപടി, ഉലമാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്,
ഉടനടി പുസ്തകം പിൻവലിക്കാൻ നിർദ്ദേശം നൽകുന്നു. എന്നാലും മൂപ്പര് വിട്ടിട്ടില്ല. ഇവര് പറഞ്ഞതുകൊണ്ട് അതല്ലേ നല്ലത് എന്ന് കരുതിയിട്ട് അങ്ങനെയാണോ പുസ്തകം പിൻവലിക്കേണ്ടത്? എന്താ ഷിയാ ഫൈസി തൊള്ളയിൽ നാവില്ലേ? എന്താ പിണ്ണാക്കിട്ട് നടക്കല? എന്താ ആത്മഹത്യാപരെന്ന് പ്രസംഗിച്ച നാവ് കൊണ്ട് ഇതിനൊന്ന് പിൻവലിച്ചാൽ എന്താ അവിടെ വരിക? പിൻവലിച്ചില്ല. ഈ ഫിഖ് കൗൺസിൽ എന്ന സാധനല്ലേ, ആ ഫിഖ് കൗൺസിൽ കൂടിയാൽ ആർക്കും നാവില്ലേ? കാതും നാവും ചെവിയൊന്നുമില്ലേ? എന്താ നിങ്ങൾക്ക് ഒരു ഫത്വ ഇറക്കിയാൽ അതിന് ഫത്വ എന്ന് പറയില്ല, ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടെ? നിങ്ങൾ മറ്റേ കുത്തുബുൽ ആലം എന്ന പുസ്തകം ഇറക്കിയപ്പോതാ, കുത്തുഫുൽ ആലം ഇറക്കിയപ്പോ മജീദ് മുസ്ലിയാരെ കൊണ്ട് പറയിപ്പിച്ചല്ലോ, രചയിതാവിനെ കൊണ്ട്. കുത്തുബുൽ ആലം ഇറക്കിയപ്പോഴോ നിങ്ങൾ സിറാജിൽ പരസ്യം കൊടുത്തു, ഇതുമായി സംഘടനകൾക്ക് ബന്ധമില്ല. ഇവിടെ മാത്രം നിങ്ങൾക്ക് എന്താ ഒരു കളി? എന്നിട്ട് ഫത്വ കൗൺസിൽ കൂടിയപ്പോ ഉസ്താദ് പറഞ്ഞത്രേ പിൻവലിക്കലല്ലേ നല്ലത്. എന്നിട്ട് പിന്നെ ചെയ്യണ പണി എന്താ? നിങ്ങള് ഇതിനെ ന്യായീകരിക്കുകയാണ്, വീണ്ടും ന്യായീകരിക്കുകയാണ്. പുസ്തകത്തിൽ അബദ്ധം പറ്റിയിട്ടില്ല എന്നാണ് ഇനിയും പറയാൻ ശ്രമിക്കുന്നത്. ഉസ്താദിന്റെ ശത്രുക്കളാണത്രേ നമ്മള്. അതെ, നിങ്ങൾ അഹ്ലു ബൈത്തിന്റെ ശത്രുക്കളാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. കാരണം ഞങ്ങൾ ആരെ കൂടെയാണ്? അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. ഒരു സംശയവും വേണ്ട. എന്നിട്ട് അതിന്റെ വസ്തുത പഠിപ്പിക്കുകയാണ്. അടുത്ത വെക്ക് കണ്ടങ്ങള്, കോലാഹലങ്ങളും യഥാർത്ഥ വസ്തുതയും. ആരോപണങ്ങൾ ഉസ്താദ് ഹുസൈൻ റളിയല്ലാഹുവിനെ അപമാനിച്ചു, തെറ്റ്. ശരി, തെറ്റിദ്ധാരണകൾ തിരുത്തുന്നു. ഉസ്താദ് ചെയ്ത പണി അപമാനിച്ചതല്ല, തെറ്റിദ്ധാരണ തിരുത്തിയതാ. എങ്ങനെ തെറ്റിദ്ധാരണ തിരുത്തിയത്? ഷഹീദായി എന്നാണ് മുസ്ലിമീങ്ങളെ വിശ്വസിച്ച് വരുന്നത്. ഇയാൾ എന്ത് പറഞ്ഞു? അത് ആത്മഹത്യാപരമാണ്, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു എന്നാണ്. എന്നിട്ട് ഒന്നുകൂടി ഒറ്റ അടുത്ത് വെക്ക്, നിങ്ങളെ മറുപടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മഹ്ദിന്ന് എല്ലാവർക്കും ഇങ്ങനെ വിട്ടുകൊടുക്കുക, ചോദിക്കുന്നവർക്കൊക്കെ പൊതാ വിട്ടുകൊടുക്കണം. അത് കണ്ടില്ലേ, കർബല പശ്ചാത്തലം, സ്വഹാബത്തിന്റെ ഉപദേശവും യാഥാർത്ഥ്യവും. അതിന്റെ താഴ്ന്നു വായിച്ചു നോക്ക്. 10-ലധികം സ്വഹാബികളുടെ മുന്നറിയിപ്പ്, കൂഫക്കാർ ചതിയന്മാരാണ്, പോകരുത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഇജ്തിഹാദ്, യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. കർബലയിലെ യാഥാർത്ഥ്യം, കൂഫക്കാർ ചതിച്ചു എന്ന് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഗവേഷണം ചെയ്തു, ആ ഗവേഷണത്തിൽ പിഴവ് പറ്റി. ഇതാണ് പിന്നെയും വരുത്തുന്നത്. ഇജ്തിഹാദ് ചെയ്തു, ആ ഇജ്തിഹാദിൽ എന്ത് ചെയ്തു? അതെ അതെ അതെ, ഒന്നുകൂടി ഇജ്തിഹാദ് ഒന്നുകൂടി പറയുന്നത് കാണാം. ഇജ്തിഹാദ് തെറ്റിയാൽ അനാദരവാകുമോ? ഒരു മുജ്തഹിദ് ഇജ്തിഹാദ് നടത്തുന്നു, ശരിയായാൽ 2 കൂലി, തെറ്റായാൽ 1 കൂലി. എത്ര അടങ്ങാറായിട്ടാ പോസ്റ്റർ ഉണ്ടാക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയാ ഇജ്തിഹാദ് തെറ്റുക എന്നത് ഒരു കുറ്റമേ അനാദരവോ അല്ല എന്ന് പറഞ്ഞു. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്? എവിടേക്കാണ്? എന്താ നിങ്ങൾ കൊണ്ടുവരുന്നത്? മഹാനരായ സയ്യിദുനാ ഹുസൈൻ, സയ്യിദു ശുഹദാ ഹുസൈൻ, ആ കിതാബില്ലേ, ആ കിതാബ് നിങ്ങൾ ഈ പഠിച്ച ഈ പുസ്തകല്ലേ, ഇതിൽ ഒരു സ്ഥലത്ത് പോലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായി എന്ന ഒരു വാക്കും അവർ എഴുതി വച്ചിട്ടില്ല. ഇത് അടിമുടി തെറ്റാ, ഫുൾ തെറ്റാണ്. എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്വഹാബികളും പറഞ്ഞു പോകരുത്. ഇവരുണ്ടാക്കുകയാണ്. ഹുസൈനാരെ ചിന്ത തെറ്റി പോയി, തെറ്റാന്ന് ഹുസൈൻ തങ്ങൾക്ക് പിന്നെ ബോധ്യപ്പെട്ടു. ചരിത്രത്തെ വളച്ചൊടിച്ചതാണ്. അങ്ങനൊരു സംഭവമേ ഇല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് യാത്ര ചെയ്യുന്നത് ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലേ അല്ല, ഗവേഷണം ചെയ്ത വിഷയമേ അല്ലാതെ. പിന്നെയോ സ്വഹാബികളുടെ ഇഷ്ടം കാരണം അവർ പറഞ്ഞു. എന്ത് കാരണം? എല്ലാവർക്കും ഈ കഥ അറിയാം, ഇത് പുതിയ സംഭവമല്ല. ചെറിയ കുട്ടിയായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മു സലമ ബീവിയുടെ മടിയിലിരുന്ന് കളിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഹബീബായ തങ്ങളോട് പറയുന്നു, എന്താ പറയുന്നത്? നിങ്ങളുടെ ഈ കുട്ടി കൊല ചെയ്യപ്പെടും, ഷഹീദാകും.
ആരാ കൊല്ല? അങ്ങയുടെ ഉമ്മത്താണെന്ന് പറയുന്നവൻ ആ കർബലയിലെ മണ്ണ് കൊണ്ടുപോയി കൊടുക്കുന്നു. ആ മണ്ണ് ഉമ്മു സലമ ബീവി സൂക്ഷിക്കുന്നു. ഇത് നേരത്തെ പ്രവചിച്ച സംഗതിയാണല്ലോ. ഇത് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയ കാര്യമേ അല്ല. ആ കഥ അറിയുന്ന ആളാണ് സയ്യിദുനാ ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസ് തങ്ങൾക്കറിയാം ഇതിന്റെ അന്ത്യം എവിടെയാണെന്ന്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ പോകുമ്പോ പോകണോ, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഒരു ചതിക്കും. അങ്ങനെ എല്ലാവർക്കും ഈ കഥ അറിയാലോ, അതേ ആളുകൾക്കും അറിയാം. അവരുടെ പേടി പറയുകയാണ്. ഹുസൈനാര മറുപടി എന്താ? ഞാൻ ഗവേഷണം ചെയ്ത് നോക്കി, ഈ ചിയാ ഫൈസി 7 എഴുന്നേറ്റ് വരാടോ. നിങ്ങളതിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ സ്വഹാബികളൊക്കെ ഈ വിവരം പോയി പറഞ്ഞപ്പോ അതാ ഹുസൈനാര് കൊടുത്ത മറുപടി എന്താണ്? ഇന്നി റഅയ്തു റസൂലല്ലാഹ്. നിങ്ങൾ വായിച്ചില്ലേ? ആത്മഹത്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് അൽ ബിദായത്തു വന്നിഹായ പച്ച നുണ വായിച്ചു. ഇബാറത്ത് അങ്ങനെ ഇല്ല. ആ അൽ ബിദായയിൽ അതിന്റെ 2 വരി അപ്പുറം വായിക്കൂ ഫൈസിമാരെ, യസീദികളെ, AP സമസ്തായിസത്തിന്റെ വാക്താക്കളെ. ഹുസൈനാരുടേത് ഇജ്തിഹാദല്ല. ആരാ നിന്നോട് പറഞ്ഞത് ഇജ്തിഹാദാണെന്ന്? ഇന്നി റഅയ്തു റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. വഅമറനീ ബിഅംരിൻ, അവിടെ നിന്ന് എന്നോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. വഅന മാദില്ലഹു, ആ കൽപ്പിച്ച കാര്യം അത് ഞാൻ കഴിഞ്ഞു കടക്കുക തന്നെ ചെയ്യും. എന്നോട് നേരിട്ട് പറഞ്ഞതാണത്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹത്തിന് നന്ദിയുണ്ട്. പോവലെനിക്ക് നിർബന്ധമാണ്. കാരണം എന്നോട് കൽപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്ന് ചോദിച്ചു അവർ. വലസ്തു ബിമുഖ്ബിരിൻ ബിഹാ അഹദാ ഹത്താ ഉലാഖിയ അമലി, അതെന്നെ ഏൽപ്പിച്ച പ്രവർത്തനമാണ്. അത് പൂർത്തിയാകാതെ ഞാനത് നിങ്ങളോട് പറയില്ല. സധൈര്യം, സധൈര്യം. അറിയാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഇത് എന്റെ ഷഹാദത്തിലേക്കുള്ള നടത്തമാണ്. അത് കൂഫയിലെത്തിയപ്പോ തിരിച്ചറിഞ്ഞതല്ലടോ. അത് മഹാനവറുകൾക്ക് പോകുന്നതിന് മുമ്പേ അറിയാം. ആ ഉറപ്പിലാണ്. അവര് മരണത്തെ ഭയപ്പെടുന്നവരല്ല. അവര് ഷഹാദത്ത് കിട്ടാൻ വേണ്ടി അതാ ഒരുങ്ങി പുറപ്പെട്ടതാണ് സയ്യിദുനാ ഹുസൈൻ. എന്നിട്ട് ഇജ്തിഹാദ് തെറ്റിയാൽ ഒരു കൂലി ആർക്ക് വേണോ? എന്റെ കൂലി ഹുസൈനാർക്ക് തെറ്റിയിട്ടുള്ള കൂലി ഉണ്ടാക്കി കൊടുക്കാമോ? തെറ്റിയിട്ടുള്ള കൂലിയാണ് അത്രയത്. അപ്പൊ ശരി, യസീദിന്റെ അടുത്താണല്ലോ ഓന്റെ ഇജ്തിഹാദ് ശരി. യസീദ് മുജ്തഹിദല്ലങ്ങായി, ഓൻ ഫാസിഖ, ഓന് ലഅനത്ത് ചെയ്യണം, ചെല്ലണം എന്നാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. എന്നിട്ട് ഈ ഓനെ മുജ്തഹിദാക്കാൻ നോക്കുക യസീദികൾ. എന്താ അവരെ കുറിച്ച് പറയാ? എന്നിട്ട് ആത്മഹത്യയെ കുറിച്ചുള്ള വിശദീകരണം കണ്ടോക്കി. പദപ്രയോഗങ്ങളിലെ വ്യക്തത അങ്ങനെയാണ്. ആത്മഹത്യ പരം, ഇത് രണ്ടും വ്യത്യാസമുണ്ട് എന്നാ പറയാൻ പോണത്. ഞങ്ങളെന്താ പറഞ്ഞത് ഇപ്പോഴും ഈ ചങ്ങായിമാർക്ക് മനസ്സിലായില്ല. നിങ്ങൾ കൂഫയിലേക്കുള്ള യാത്ര ആത്മഹത്യാപരം, അതല്ല നിങ്ങൾ എഴുതി വെച്ച്. ഇതിന്റെ 190 ആ പേജ് ഇട്ട് കൊടുക്ക്. ഒക്കെ നിങ്ങളെ ശരിയാക്കി തരാം. കീശേരിയിലെ അടുത്ത പരിപാടി, ബാക്കി അവിടുന്ന് റെഡിയാക്കി തരാം. വെക്ക്. അതിൽ കണ്ടില്ല നിങ്ങള്? മിസ്വർ ഇബ്നു മഖ്റമ പറയുന്നു. എന്താ പറയുന്നത്? അതിലിങ്ങനെ കാണാ, നേരിട്ട് ഹുസൈന്റെ അടുത്തേക്ക് പോകാൻ റളിയല്ലാഹു അൻഹു സാധിക്കാത്തതിന്റെ ഭൃത്യന്റെ കയ്യിൽ വിശദമായി എഴുതിയ കത്ത് കൊടുത്തയച്ചു. അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെ: ഇറാഖ് ലക്ഷ്യം വെച്ചുള്ള യാത്ര ആത്മഹത്യാപരമാണ്. ആത്മഹത്യാപരമാണ് എന്ന് ആ കിതാബിലില്ല. ഒന്ന്. ഇനി ആത്മഹത്യാപരമെന്ന് ഇയാൾ പറഞ്ഞില്ലേ, ആ യാത്ര ആത്മഹത്യാപരം എന്ന് പറഞ്ഞാൽ ഈ യാത്ര നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടും, അതിലേക്ക് നിങ്ങൾ പോവുകയാണ്. അപ്പൊ യാത്ര ആത്മഹത്യാപരം. ആ യാത്രയിൽ കൊല ചെയ്യപ്പെട്ടാലോ? അത് സ്വന്തം ശരീരത്തെ കൊല്ലൽ, അതിനല്ലേ ആത്മഹത്യ. ആർക്കാഞ്ഞ് മലയാളം മനസ്സിലാവാൻ പണി. യാത്ര ആത്മഹത്യാപരം. അതിൽ സംഭവിക്കുന്ന എന്താ? ശരീരം തന്നെ നഷ്ടപ്പെടും.
ആ ഫൈസിയുടെ വാദമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അതൊന്നും മലയാളികൾക്ക്, നിങ്ങളാദ്യം മലയാളം പഠിക്കണോ? ഹുസൈനാരെ കുറിച്ച് ആദ്യം ഇയാൾ പറഞ്ഞു ആത്മഹത്യാപരം, പിന്നെ അതിൽ എഴുതി ന്യായീകരിച്ചു, ഇപ്പൊ വീണ്ടും ന്യായീകരിക്കുക. അപ്പൊ രണ്ട് കാര്യം വീണ്ടും ന്യായീകരിച്ചു കേട്ടോ. ഇജ്തിഹാദാണ്, ഇജ്തിഹാദിൽ തെറ്റുപറ്റിയതാണ്, ആത്മഹത്യാ പരം തന്നെയാണ്. അതാ പിന്നെ ഈ ന്യായീകരിച്ച്. അൽബിദായയിൽ എന്താണ് എടുക്കുക? അൽബിദായന്റെ പേജ്, അൽബിദായത്ത് വന്നിഹായയിൽ അതിന്റെ പേജ് കണ്ടില്ല നിങ്ങൾ? ആ ചുവപ്പ് വരന്റെ നേരെ നോക്കിയാൽ കാണാം, ഇയ്യാക വകതബ ഇലൈഹിൽ മിസ്വർ ഇബ്നു മഖ്റമ ഇയ്യാക അൻ തഗ്തറ ബികുതുബി അഹ്ലിൽ ഇറാഖ്. ഇറാഖുകാർ കത്തെഴുതിയത് കണ്ട് ചതിയിൽ പെടരുതിട്ടോ ശൈഖ് അവറുകളെ, അവര് വഞ്ചിക്കും. അതിന്റെ അർത്ഥം ആത്മഹത്യ പരാണെന്നാണോ? എവിടുന്നാണ് നിങ്ങൾക്ക് അറബീന്റെ അർത്ഥം കിട്ടിയത്? അപ്പൊ കിതാബിലില്ല, അത് കള്ളത്തരം. ആ അർത്ഥം പരമമായ അബദ്ധം ആരിലേക്ക് ചേർക്കുമ്പോ, പ്രത്യേകിച്ചും സയ്യിദുനാ ഹുസൈൻ. നമ്മളൊരു വഴിയിലേക്ക് ഇങ്ങനെ പോവാ, ആ വഴിയിൽ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിൽ ചാടി മരിക്കുന്ന ഉറപ്പുള്ളൊരു വഴിയാണ്. അപ്പൊ രമനെ ആ വഴിയിലേക്ക് പോകണ്ടോ, അത് ആത്മഹത്യാപരാണ്. ആള് പോയി കുഴിയിൽ ചാടി. അപ്പൊ ആ പറഞ്ഞത് സംഭവിച്ചില്ലേ അവിടെ? ഇതെല്ലാം നിങ്ങൾ ആക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. പോക്കാണെങ്കിലോ റഅയ്തു റസൂലല്ലാഹ്, ഹബീബിനെ ഞാൻ കണ്ടു, വഅമറനി ബിഅംറിൻ വഅന മാദില്ലഹു. എന്താണ് ആ വാക്ക്? അന മാദില്ലഹു. ആ കൽപ്പനയെ പൂർണ്ണമായി അംഗീകരിച്ച് ഞാൻ കഴിഞ്ഞു കടക്കുക തന്നെ ചെയ്യും. ഇജ്തിഹാദ് അല്ലാതെ. പിന്നെയോ ഇത്വാഅത്തുൽ ലിർറസൂൽ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെട്ടതാ. ഹുസൈനാര് മരണത്തെ ഭയപ്പെടുന്ന ആളല്ല, ഷഹാദത്ത്. അതാണ് ഹബീബായ തങ്ങളുണ്ടല്ലോ കർബലയിൽ. കർബലയിൽ വന്നില്ലേ? അതല്ലേ ഉമ്മു സലമ ബിവിയോട് പറഞ്ഞത്, യാ ഉമ്മ സലമ. അവിടത്തെ പരിശുദ്ധമായ റഅ്സു ശരീഫ്, അവിടത്തെ ശിരസ്സും താടിയും ഒക്കെ മണ്ണ് പുരണ്ട അവസ്ഥയിൽ കണ്ടപ്പോ ഉമ്മു സലമ ബി ചോദിച്ചില്ലേ, മാ ലക്ക യാ റസൂലല്ലാഹ്, എന്തു പറ്റി ഇങ്ങനെ കാണാറില്ലല്ലോ? ശഹിത്തു, ഞാൻ സാക്ഷിയായി, ഖത്ലൽ ഹുസൈൻ, ഹുസൈനാരുടെ ഷഹാദത്തിന് ആനിഫ, തൊട്ടു മുമ്പ്. അപ്പൊ അവിടെ ആരുണ്ട്? ത്വഹ റസൂൽ. ആ റസൂൽ കൽപ്പിച്ചിട്ടാ പോകുന്നത്, വലിയ സന്ദേശം നൽകാനാ പോകുന്നത്. അത് പൂർത്തിയാക്കുകയായിരുന്നു ഞങ്ങളുടെ നേതാവ് സയ്യിദുനാ ഹുസൈൻ. ഈ കൊല്ലണം എന്ന് പറഞ്ഞില്ലേ ഈ ചങ്ങാതി? കൊല്ലണം എന്ന് എഴുതിയല്ലോ അതില്. ഭരണത്തിനെതിരിൽ വന്നാൽ കൊല്ലുകയാണ് വേണ്ടത്. ഭരണം പിടിച്ചെടുക്കലൊന്നും ഓല ലക്ഷ്യമല്ല. ഓലോട് പോകണം എന്ന് പറഞ്ഞു പോകുന്നു. അവിടുന്ന് ഭരണം അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാ. പിന്നെയോ കൊല്ലണം എന്ന് പറഞ്ഞ് ഇതിലെഴുതി. അതാണ് അധ്യാപനം, അതാണ് ഏറ്റവും വലിയ പഴവ്. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഒന്ന് വെച്ചെടുക്കുക. പുസ്തകം പിൻവലിക്കാനുള്ള യഥാർത്ഥ കാരണം പേജ് 225. പേജ് 225 ഈ സാധനം. അതിലാണ് കൊല്ലണം എന്ന് എഴുതിയത്. അതിൽ കാണാം, അവിടെ ഇതിലെ വാചകം എന്താണെന്നറിയോ? അതാദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് ആ സാധനം ഒന്നും കൂടി അതിൻ്റെ അപ്പുറത്തൊന്ന് വെക്ക്, എന്നിട്ട് ഒന്നും കൂടി പുറത്തേക്ക് വന്നാൽ മതി. 225 പേജുണ്ട്. അതിലിങ്ങനെ വായിച്ചു നോക്കി. ഒരു ലാസ്റ്റ് വായിച്ചാൽ മതി. ഒരു രാഷ്ട്രത്തിനുള്ളിൽ മറ്റൊരു രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിച്ചാൽ അതിന് മുതിരുന്നവരെ കൊന്നുകളയുക എന്നതാണ് തിരുനബിയുടെ അധ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊന്നുകളയണം എന്നതാണ് എഴുതിയത്. അതാണ് റസൂലിന്റെ നിർദ്ദേശം. കള്ളത്തരം ഇതാണ്. പക്ഷെ ഒരു പറയുന്ന അതാണ്, ഇത് അനിവാര്യമായ കൊലയാണ്, ചെയ്ത യസീദിനാണ്. യസീദിനെ ആക്ഷേപിക്കാൻ പറ്റൂല എന്ന് അതിന്റെ മുകളിൽ ഇതിന്. എന്നിട്ട് അത് പറയാ, ഇതാണ് അത്ര പുസ്തകം പിൻവലിക്കാനുള്ള കാരണം. പുസ്തകം പിൻവലിക്കാനുള്ള കാരണം ഇതാണ്, ഒരു വാക്ക് അവിടുന്ന് വിട്ടുപോയതാണ്. ആ വാക്കയിലുണ്ട്, നേരത്തെ വെച്ച തന്നെ ഒന്നുകൂടി വെക്കും, അതിൽ കാണാണ്ടില്ലേ? ഇത് യസീദിന്റെ അനുകൂലികളുടെ വാദമാണ്. ഈ വരി വിട്ടുപോയി. ആ വിട്ടുപോയില്ല, അത് യസീദികളുടെ അനുകൂലികൾ ഇത് തന്നെയാണല്ലോ. നിങ്ങൾ അതാണല്ലോ സാധനം. ഈ വരി വിട്ടുപോയി പറഞ്ഞാൽ അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും യസീദികളുടെ വാദമാണത്. അതന്നെ ഞങ്ങളും ഈ പറയുന്നത്. ഈ കാലഘട്ടത്തിന്റെ യസീദായ ഷിയാ ഫൈസിയും അയാളെ നോക്കുന്ന യസീദിന്റെ പ്രസിഡന്റായ മുട്ടിപ്പടിത്തങ്ങളും ഇവരെല്ലാരും കൂടിയ യസീദികളുടെ വാദമാണത്. കൊല്ലേണ്ടതാണ് എന്നത്. അതിനെതിരെയാണ് അഹ്ലുസുന്നയാകുന്ന സാവിയത്തു സൂഫിയയും മശായിഖന്മാരും ശംസുൽ ഉലമയുടെ വഴിയിലുള്ളവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.
യസീദ് അനുകൂലികളെ വാദം വിട്ടുപോയിട്ടില്ല, അതവിടെ ഉണ്ടല്ലോ. അതാണല്ലോ നിങ്ങള്, അതല്ല നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിട്ടുപോയിട്ടൊന്നുമില്ല, കറക്റ്റാണതൊക്കെ. ഇനി നോക്ക് നിങ്ങള്. മാത്രല്ല യസീദിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ എഴുതിയതില് അന്ന് വെച്ചവർക്ക് ഇതിന്റെ ഒരു പേജ് ഉണ്ടല്ലോ, അത് നോക്കിയാലോ കേട്ടോ. ഇതിന്റെ ഒരു പേജാണ് യസീദിന്റെ നന്മകൾ. യസീദിന്റെ നന്മകൾ. യസീദിന് എങ്ങനെയുള്ള നന്മ ഉണ്ടായി? അഹ്ലുബൈത്തിന്റെ പിഞ്ചു മക്കളെ വരെ കൊന്നൊടുക്കിയ യസീദിന് നന്മയോ? അടുത്ത പേജ് അതിന്റെ ബാക്കിയിൽ എഴുതിയത് അതാ, അവിടെ കണ്ടില്ല നിങ്ങള്? യസീദിന്റെ ഭരണകാലത്ത് ധാരാളം ഇസ്ലാമിക മുന്നേറ്റങ്ങളും പുരോഗമന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. ഇസ്ലാമിക പ്രവർത്തനം ഏതാണോ? അഹ്ലുബൈത്തിനെ കൊന്നതോ? മഹാനരായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവിടത്തെ ശിരസ്സറുത്തിട്ട് ആ പരിശുദ്ധമായ ശിരസിൽ ഒരു കുന്തം നാട്ടിയിട്ട് ആ കുന്തം കൊണ്ട് ഡാൻസ് കളിച്ച് ആ രൂപത്തിൽ സയ്യിദുനാ ഹുസൈൻ അപമാനിച്ചു എന്നതാണോ യസീദ് ചെയ്ത നന്മ? ഇനി യസീദിന്റെ നന്മകൾ, അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ യസീദികളാണ്. ആ യസീദികളെ വാദമാണ് ഹുസൈനാരെ കൊല്ലേണ്ടതാണ് എന്നത്. എന്നാൽ അഹ്ലുസുന്ന അതിനെതിരാണ്. അഹ്ലുസുന്ന പറയുന്നത് സയ്യിദുനാ ഹുസൈൻ അത് അഹ്ലു ബൈത്തി റസൂലില്ലാഹ്, ആ ഹുസൈനാരെ സ്നേഹിക്കലാണ് അഹ്ലുസുന്നയുടെ വഴി. ആ വഴിയിൽ അവരുടെ ഷഹാദത്ത് വലിയൊരു മെസ്സേജാണ് തന്നത്. ആ ഷഹാദത്തിന് കാരണക്കാരനായ യസീദിനും ഇബ്നു സിയാദിനും ഒരു കാലത്തും ഈ ഉമ്മത്ത് മാപ്പ് കൊടുക്കുകയില്ല. അവന് മാപ്പ് കൊടുക്കേ? എവിടെ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നേ? അപ്പൊ ഈ ബുക്ക് അടിമുടി പ്രശ്നമാണ്. യസീദിന്റെ നന്മ എങ്ങനെ ഇതിൽ എഴുതിയത്? ആത്മഹത്യാപരന്ന് കിതാബിലില്ല. എന്തിനെഴുതി? ഷഹീദായി എന്നൊരൊറ്റ സ്ഥലത്തുമില്ല. കൊല്ലേണ്ടതാണ് നിങ്ങൾ എഴുതി. അത് യസീദികൾ തന്നെ അങ്ങനെ എഴുതുള്ളൂ. അതിൽ തർക്കണ്ടോ? അവിടെ അതിലെ തർക്കം മാത്രമല്ല, മുഹറം 10 ഹുസൈനാര് ഷഹീദായപ്പോ അന്നുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി അത് രേഖപ്പെടുത്തി എഴുതി വെച്ചു. ആകാശം ചുവന്ന സംഭവം, സൂര്യനെ കാണാതെയായ സംഭവം, നക്ഷത്രങ്ങൾ വന്ന സംഭവം, ഭൂമിയിലുള്ള കല്ലുകൾ ഉയർത്തി നോക്കുമ്പോ രക്തം വന്ന സംഭവം. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഹെഡിങ് ഇട്ടു. വെച്ചുകൊടുക്കുക. ആ പുസ്തകത്തിലെ ഒരു ഹെഡിങ് കണ്ടില്ല നിങ്ങള്? എന്താ എഴുതിയത്? യുദ്ധാനന്തര വ്യാജങ്ങൾ. ഇവനെ ഞങ്ങൾ അഹ്ലുസുന്നയെ അംഗീകരിക്കണ്ടി? ഇയാളെ പോറ്റുന്ന തങ്ങളെ ഞങ്ങൾ തങ്ങളായിട്ട് അംഗീകരിക്കണ്ടി? യുദ്ധാനന്തര വ്യാജങ്ങൾ. എന്താ വ്യാജങ്ങളെ കൂട്ടത്തിൽ എണ്ണിയത്? അന്ന് സൂര്യൻ അപ്രത്യക്ഷമായി, വ്യാജമാണെന്ന് നിങ്ങൾ എഴുതിയില്ലേ? അത് ശരിയാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ എഴുതിയില്ലേ? കൊടുക്കുക കിതാബ്. ഇമാം ഇബ്നു അടുത്ത് വരട്ടെ, കിതാബ് വരട്ടെ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ അസ്സവായിഖുൽ മുഹ്രിഖ. എത്ര പേജാണ് മഹാനവറുകൾ വ്യക്തമായി അന്നുണ്ടായ സംഭവങ്ങളെ എഴുതി എഴുതി എഴുതി. ഫഖാല, കണ്ടില്ലേ? ഫഖാല അയജൂസു ലഅനുഹു. അവിടെ ഇങ്ങനെ പോയാ കാണാ. ഫഖുൽതു, ഞാൻ പറയട്ടെ, ഖദ് അജാസഹുൽ ഉലമാഉൽ വരിഊൻ മിൻഹും അഹ്മദ് ഇബ്നു ഹംബൽ. ലഅനത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ മറുപടി, അതെ, സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ ലഅനത്ത് ചെയ്യലിന് ജായിസാണ്, അനുവദനീയമാണ്. യസീദിനെ പേര് കേട്ടാൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. മിൻഹും അഹ്മദ് ഇബ്നു ഹംബൽ. ആ പറഞ്ഞ പണ്ഡിതരിലുണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. ആരെ കിതാബ്? ഇബ്നു ഹജറുൽ ഹൈതമി. അവരെഴുതിയിട്ടുണ്ട്. ഇയാൾ ഏതൊക്കെ വ്യാജമെന്ന് എഴുതിയോ അതൊക്കെ ഇബ്നു ഹജർ തങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഹംകിന്റെ കിതാബാണേലോ നമ്മൾ വായിക്കേണ്ടത്. എന്നിട്ട് അതിനെ തിരുത്താൻ നോക്കുകയാണ്. തൽക്കാലം നടക്കൂല. ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം യസീദികളെ ഉയർന്നു വരാൻ സമ്മതിക്കുകയില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇത്ര കർശനമായി ഇത് പറയാനുള്ള കാരണം. നമുക്ക് വലോട് എന്താ വ്യക്തിപരമായ വൈരാഗ്യം? ഒരു വൈരാഗ്യമില്ല. പക്ഷേ ഞങ്ങളുടെ അഥവാ അഹ്ലുസുന്നയുടെ ശംസുൽ ഉലമ പറഞ്ഞ വഴിയിൽ നേതൃത്വമാണ് അഹ്ലു ബൈത്തി റസൂലില്ലാഹ്. ഹുസൈനാരെ തൊടാൻ പാടില്ല. ഹുസൈനാരെ മതി ഞങ്ങൾ പറയും. ഷിയയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടാക്കി നിർത്തിക്കാൻ കരുതണ്ട. ഞങ്ങൾ നിങ്ങളെ വാക്കിന് ഒരു ചുക്കും വില കൽപ്പിക്കുന്നില്ല.
എന്തൊക്കെയാ ഇപ്പം ഞങ്ങളെ പരിപാടി? എന്താ നിങ്ങൾ ഇതിനെ ഫിഖ് കൗൺസിൽ കൂടി അത്ര ഇതിനെന്താ ഫിഖ് കൗൺസിൽ മറുപടി പറയാതിരുന്നത്?